ഈ പല രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം അവർ ചെന്നൊരു ആവശ്യം പറയുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു വിടും. പിന്നെ ഇത് ഒരു 100 തവണ അവിടെ ചെന്നാലും ഇതേ വാക്കുകളാണ് കേൾക്കുന്നത്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് ശക്തമായി പറയാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളത്. സാറിന്റെ ഒരു പ്രവർത്തന ശൈലി ഈ കാര്യത്തിൽ എങ്ങനെയാണ്? അല്ല, ഞാൻ അതിലെ എന്ത് സാധ്യമാണ് എന്ത് സാധ്യമല്ല എന്നുള്ളത് ഞാൻ അവരോട് പറയാറുണ്ട്. ഞാൻ നടക്കാത്ത കാര്യം നോക്കാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പറയും എൻ്റെ കൈവശമുള്ള സാധനമാണെങ്കിൽ, ഞാൻ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും ഇത് നടക്കുന്നതിന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്ന ഒരു കാര്യമാണ് വിസ കിട്ടാൻ വേണ്ടി. വിസ ഇപ്പം എനിക്ക് ജർമ്മനിയിലേക്കുള്ള വിസ കിട്ടുന്നില്ല. വിദേശകാര്യമന്ത്രി വിചാരിച്ചാൽ പോലും വിസ കിട്ടില്ല. കാരണം വിസ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആര് വരണം എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. വേറൊരു രാജ്യത്തെ വിദേശകാര്യമന്ത്രി എത്ര ശ്രമിച്ചാലും ഒരാളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ ആ ആൾക്ക് പറ്റില്ല. ഇതേപോലെ വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ പരമാധികാരമാണ് വിസ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, കൊടുക്കുമോ ഇല്ലയോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന് ഒരു റോളും ഇല്ല. അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും ഇതിൽ എനിക്ക് ഒരു റോളും ഇല്ല. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് റോളില്ല. എൻ്റെ സീനിയറായിട്ടുള്ള ഡോക്ടർ ജയശങ്കർജിക്ക് പോലും ഇതിൽ റോളില്ല. കാരണം അത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഡിസിഷനാണ്. അപ്പോൾ ഈ തരത്തിലുള്ളത്. പിന്നെ ചില ആൾക്കാരെ കൊണ്ടുവരുന്ന ഇഷ്യൂസ് അവർക്കറിയാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും, പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ചില കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലേ അല്ല. അപ്പം ഞാൻ പറയും നമുക്ക് ആൾക്കാർ വഴി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നോക്കാമെന്നല്ല, ശ്രമിച്ചു നോക്കാം എന്നാണ് ഞാൻ പറയാം.